നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? പുതിയ വർഷം, പുതിയ പ്രതീക്ഷകൾ, കഴിഞ്ഞ വർഷത്തെ ഒരുപാട് ലെസൺസ്, എക്സ്പീരിയൻസസ് അങ്ങനെ അങ്ങനെ നിറഞ്ഞ് പുതിയ വർഷത്തിലോട്ട് കടന്നു അല്ലേ നമ്മൾ. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് റെസൊല്യൂഷൻസ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റപ്പ്, ചെറിയൊരു കാര്യം റീസെൻ്റ്ലി വായിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡു നോട്ട് ഡ്വെൽ ഓൺ വാട്ട് വെൻറ്റ് റോങ്. കഴിഞ്ഞത് കഴിഞ്ഞു, അത് പൊക്കോട്ടെ. അതിനെ ഇനി വിചാരിച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമല്ല. ബിക്കോസ് നമുക്കത് മാറ്റാൻ പറ്റില്ല അല്ലേ? പക്ഷേ അതിനകത്തുനിന്ന് വന്ന ലെസൺസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളതിനകത്തുനിന്ന് പഠിച്ച കാര്യങ്ങൾ, നമുക്ക് വന്ന എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇനി ഫ്യൂച്ചറിൽ എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദോശ കരിഞ്ഞു പോയി. ആ കരിഞ്ഞു പോയ ദോശയെ വീണ്ടും നന്നാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അടുത്ത ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആകാന്നുള്ളതല്ലേ. അപ്പോൾ അതേപോലെ കഴിഞ്ഞത് കഴിഞ്ഞു. ഡു നോട്ട് ഡ്വെൽ ഓൺ വാട്ട് വെൻറ്റ് റോങ്. ഓണർ ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ് ആൻഡ് ലെറ്റ് ഗോ. പഠിക്കുക, അതിനകത്ത് നിന്ന് അത് തന്ന ലെസൺ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു വിഷയത്തിനെ അങ്ങ് വിട്ടേക്കാം. ഇങ്ങനൊരു കാര്യം നടന്നു, ഓക്കെ നടന്നു, നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. യുവർ എനർജി ഈസ് ടു പ്രഷ്യസ് ടു കീപ് ഫോക്കസിങ് ഓൺ ദി പാസ്റ്റ്. അപ്പോൾ നമ്മുടെ എനർജിയെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചതല്ലേ. അപ്പോൾ നമ്മുടെ ഈ എനർജി കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയെന്നല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ പറ്റിയും ആലോചിച്ച് കളയാനുള്ളതല്ല. അത് ഒരുപാട് എനർജി ആക്ച്വലി എടുക്കുന്ന കാര്യം. നമ്മളിങ്ങനെ വേണ്ടാത്ത ആലോചിച്ച് സത്യം പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് അല്ലേ. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ വെറുതെ നമ്മുടെ എനർജി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കളയാതെ നടന്നതിനെ അങ്ങനെ വിടുക. ക്യാരി ഫോർവേഡ് ദ ലെസൺസ്, നോട്ട് ദ വെയിറ്റ് എന്ന് പറയുമ്പോൾ പല സംഭവങ്ങളും നമുക്ക് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദേ മേ ഫീൽ വെരി ഹെവി, ഭയങ്കര ഭാരമായിട്ട് തോന്നും നമ്മുടെ മനസ്സിന് പല കാര്യങ്ങളും. എനിക്കങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ പ്രീവിയസ് ഇയറിലുണ്ടായിരുന്നു. ഒരുപാട് ലെസൺസ് ഈ ഒരു 2024 ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. സോ കമ്മിങ് ഇയറിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വെയിറ്റ് ക്യാരി ചെയ്യേണ്ട എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിന് അങ്ങ് വിട്ടേക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മേക്ക് പീസ് വിത്ത് വാട്ട് വാസ് സോ യു ക്യാൻ എംബ്രേസ് വാട്ട് വിൽ ബി. എന്താണോ സംഭവിച്ചത് അതുമായിട്ടൊരു ടേംസിലെത്തുക, നല്ലൊരു ടേംസിലെത്തുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഐ അക്സെപ്റ്റഡ്, സാരമില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളെ നമ്മൾക്ക് എംബ്രേസ് ചെയ്യണമെങ്കിൽ, ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മളുടെ കയ്യിലിരിക്കുന്നതിനെ വിട്ടാലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ് എങ്കിൽ വിട്ടാലേ പറ്റുള്ളൂ. ഒരു പുതിയ പല്ല് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാൽപ്പല്ല് പോയാലല്ലേ പെർമനൻ്റ് ആയിട്ടുള്ള പല്ല് വരുള്ളൂ. അത് പോകാതിരുന്നു കഴിഞ്ഞാൽ പുറകിൽ പല്ല് വരും. പല്ലിൻ്റെ എക്സാമ്പിൾ പറയാൻ കാര്യമുണ്ട്. റീസെൻ്റ്ലി എൻ്റെ മോളുടെ പല്ല് പറഞ്ഞു പോയി. അപ്പോൾ അവളോട് ഈ കാര്യം പറഞ്ഞിരുന്നു, ഞാനിത് പറിച്ച് കളഞ്ഞാലല്ലേ പുതിയ പല്ല് നമുക്ക് വരുള്ളൂ എന്ന്. സോ അതേപോലെ തന്നെ വെൻ യു ലൂസ് സംതിങ് യു ഗെറ്റ് സംതിങ് ബെറ്റർ അല്ലേ. അപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് നല്ലതിനാണ് എന്ന് ഫോഴ്സ്ഫുള്ളി വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം അതർവൈസ് വിചാരിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്, റിലീസ് ദ ഗിൽറ്റ് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു ദ ന്യൂ ഇയർ വിത്ത് എ പർപ്പസ്. അതായത് ഇതെല്ലാം ഒരു പ്രോസസ്സാണല്ലോ. ഓരോ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിലല്ലേ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ അതിൽ വിശ്വസിക്കുക, കാര്യങ്ങൾ നല്ല രീതിയിൽ വരും എന്നാദ്യം വിശ്വസിക്കുക. എന്നിട്ട് അതിനൊരു സമയം കൊടുക്കുക, കാര്യങ്ങൾ നടക്കാനൊരു സമയം കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്ത, ഇതിപ്പം ഒരു വർഷം എന്നുള്ളത് എടുക്കണ്ട കേട്ടോ, ഓരോ ദിവസവും നമുക്ക് ഇതിനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ നടന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ചിന്തിക്കാവുന്നുള്ളൂ. ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കുറ്റബോധം തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ പോയതിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തെറ്റായി പോയതിലോ ഒക്കെ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ റിലീസ് ചെയ്യുക. കാരണം അതിനെ നമ്മൾ എത്രയും ഉള്ളിൽ പിടിച്ചു വയ്ക്കുന്നോ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് സന്തോഷിക്കാൻ അല്ലേ. അപ്പോൾ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ, വെള്ളം കെട്ടിക്കിടന്ന് വെച്ചാൽ അതിനകത്ത് അഴുക്ക് ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എത്രമാത്രം പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഒഴുകുന്ന വെള്ളത്തിനാണ് കുറച്ചും കൂടെ നല്ലത്. സോ അതുകൊണ്ട് ഒഴുക്കിക്കളഞ്ഞേക്കുക, ആവശ്യമില്ലാത്ത അഴുക്കിനെയൊക്കെ ഒഴുക്കിക്കളഞ്ഞേക്കുക. ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈച്ച് ഡേ ക്യാൻ ബി ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറയുന്നു.
എന്ന് മാത്രം. അപ്പോൾ എല്ലാവരുടെയും പുതിയ വർഷം പുതിയ 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 നല്ല അനുഭവങ്ങൾ നിറഞ്ഞതാവട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്നതിലുപരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇയർ ആവട്ടെ. നമ്മുടെ ലൈഫിലോട്ട് ഒരു നെഗറ്റിവിറ്റിയും അലൗ ചെയ്യേണ്ട. ഒരു അൺനെസസറി ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. ഓക്കെ, അവർ പറഞ്ഞു, നമുക്ക് മാറ്റാൻ പറ്റില്ല, വിട്ടേക്കുക. കാരണം ഓരോ ആൾക്കാരോടും റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ പറയേണ്ട ആൾക്കാർ പറഞ്ഞോട്ടെ. അവരിപ്പോൾ എന്തായാലും പറയും, നല്ലത് ചെയ്താലും പറയും, തിരിച്ചാണെങ്കിലും പറയും. അതുകൊണ്ട് അതിനെ വിട്ടേക്കുക. ലിവ് ഫോർ യുവർ സെൽഫ്. കുറച്ചും കൂടെ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. നമുക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരും ചെയ്തു തരില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ. കാണാം. ബൈ ബൈ.